മാർട്ടിൻ ലൂതറിൻ്റെ ഉണർവും ഹിറ്റ്ലറുടെ നാസിസവും വേരിറങ്ങിയ ജർമ്മനി ഇന്ന് മലയാളി പ്രവാസികളുടെ പ്രതീക്ഷയുടെ മണ്ണാണ്. ആ ജർമ്മനിയിൽ ഒരു ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ചിന് ആദ്യമായി ഒരു ദൈവാലയം, ഒരാരാധനാലയം സ്വന്തമാവുകയാണ്. ദീർഘവർഷങ്ങളായി ജർമ്മനിയിൽ പഠനത്തിനും ഉദ്യോഗത്തിനുമായി കടന്നു വരുന്ന ദൈവമക്കൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന, ഞാൻ ക്രിസ്തുവിൽ ഒത്തിരി ആദരിക്കുന്ന, സ്നേഹിക്കുന്ന ദൈവഭൃത്യൻ അഭിഷക്തൻ പാസ്റ്റർ ഷാജു സാമുവേൽ നേതൃത്വം നൽകുന്ന ബഥേൽ ഇന്റർനാഷണൽ പെന്തക്കോസ്റ്റ് ചർച്ചിന് ദൈവം ദാനമായി നൽകിയ ഈ ആരാധനാലയം ഓഗസ്റ്റ് 23 ശനിയാഴ്ച പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അതിൽ ആരാധന ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 23 ശനിയാഴ്ച. ഇത് യാദൃശ്ചികമല്ല, ഇത് ഒരു പ്രവചനത്തിൻ്റെ നിവർത്തിയാണ്. ഇത് ഒരു വെളിപ്പാടിൻ്റെ ഫലമാണ്. ഇത് ദൈവത്തിൻ്റെ വലിയ പദ്ധതികളുടെ ഒരു അടുത്ത നാഴികക്കല്ലാണ്. ഈ നാഴികക്കല്ലിൽ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുന്നതിനോട് ഒപ്പം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് അരുളി ചെയ്ത യേശുനാഥൻ, അതിലുപരിയായി ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നുവെന്ന് യെശയ്യാ പ്രവചനം 49 അധ്യായം 6 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ മലമേൽ ഈ ആലയം ഒരു പ്രകാശപൂരിതമായിരിക്കട്ടെ. അനേക വിടുതലുകൾക്കും ദൈവപ്രവർത്തികൾക്കും അനേക രക്ഷാമാർഗം കണ്ടെത്തുന്നതിനും ഈ ആലയം ഒരു ബൃഹത്തായ ദൈവപ്രവർത്തിയുടെ കേന്ദ്രമായിരിക്കട്ടെ. ദൂതന്മാർ കയറിയിറങ്ങുന്ന, മോശ ദൈവമഹത്വം കണ്ട സീനായ് മല പോലെയുള്ള ഒരു എൻകൗണ്ടർ പ്ലേസ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളോടെ എളിയദാസൻ.